നിങ്ങൾ വായിച്ചിരുന്ന മാലകളായിരുന്നു. അന്ന് ജനങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നത് ബാലബൈത്തുകളായിരുന്നു. അതിലുള്ള സാരമെന്താ, അതിലടങ്ങിയ ആശയമെന്താ, അതൊന്ന് ബോധ്യപ്പെടുത്താനാണ്. കേരളത്തിലെ വ്യാപകമായി ചൊല്ലിക്കൊണ്ടിരുന്നൊരു ബൈത്താണ് മൊയ്തീമാല. അതിലൊരു സംഭവം എന്നറിയോ? മുഹ്യിദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് ഒരാള് വരികയാണ്. ഒരാള് വന്നിട്ട് പറയാം, എനിക്ക് കുട്ടികളില്ല, എനിക്ക് കുട്ടികൾ വേണം. മുഹ്യിദ്ദീൻ ശൈഖ് പറയാണ്, മുഹ്യിദ്ദീൻ ശൈഖിനോട് പറയാണ്, എനിക്ക് കുട്ടികളില്ല, എനിക്ക് കുട്ടികൾ വേണം. മര്യാദയുള്ള സിറിക്കൊരു കുട്ടിയെ മന്നാന നൽകി നീ അങ്ങ് മൊളിന്തോവാർ. അങ്ങനെ മുഹ്യിദ്ദീൻ ശൈഖ് അള്ളാഹിനോട് പറഞ്ഞു, എന്റെ ഹാദിമിന് കുട്ടിയില്ല, അതുകൊണ്ട് ഈ ഹാദിമിന് കുട്ടീനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അള്ളാന്റെ മറുപടി എന്താ? മറുപടി, ഇത് യഥാർത്ഥ മുഹ്യിദ്ദീൻ ശൈഖില്ലട്ടോ. യഥാർത്ഥ മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും റഹ്മത്തുല്ലാഹ്, അള്ളാന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഇത് മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ കള്ളക്കഥ ഉണ്ടാക്കിയാണ്. അങ്ങനെ മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു, എന്റെ ഹാദിമിന് കുട്ടിയില്ല, കുട്ടീനെ കൊടുക്കണം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞെന്നറിയോ? മറുപടി ലൗഹിൽ അവർക്കില്ല പിള്ളകൾ, മുറുക്കുന്ന രണ്ട് കൊടുക്കു നീ ദയ്യാനേ. അല്ല പറഞ്ഞു, അയാൾക്ക് കുട്ടിയുണ്ടാകില്ലെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടീനെ തരാന് പറ്റൂല എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോടങ്ങ് പറഞ്ഞപ്പോ മുഹ്യിദ്ദീൻ ശൈഖ് പറയാണ്, ഒന്നിനെ തരാന് പറ്റൂലെങ്കിൽ രണ്ടുകൊണ്ടാ. അല്ല പറഞ്ഞു കുട്ടിയില്ല, ലൗഹുൽ മഹ്ഫൂദിൽ കുട്ടിയില്ല എന്നാ രേഖപ്പെടുത്തിയത്. അപ്പൊ മൊയ്തീൻ എന്താ, നമ്മളൊരു ഔലിയാണെങ്കിൽ എന്താ ചെയ്യാ? അല്ല പറഞ്ഞു കേട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. പക്ഷെ ഈ മൊയ്തീൻ ശൈഖ് എന്താ ചെയ്യുന്നതറിയോ? അള്ളഹാനോട് പറയാ, ഒന്ന് തരാൻ പറ്റൂലേ, എന്നാ രണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരും. അവസാനം എന്ത് ചെയ്തു? അല്ല പറയാ, രണ്ടും തരാൻ പറ്റൂല. കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ മൂന്നെണ്ണം കൊടുക്കേണമങ്ങിനെ ഏഴോളം ഉണ്ടോവർ. എട്ടെന്നൂരേതീരും മുമ്പായി റേയോവൻ MP ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 3 പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞല്ല, 4 പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞല്ല, 5, 6, 7 പറഞ്ഞു. 7ാമത് പറഞ്ഞപ്പോ പിന്നെ അള്ളാഹ്ക്കൊരു പേടി. 8 എന്ന് പറഞ്ഞാൽ 8ഉം കൊടുക്കേണ്ടി വരും. ചോദിക്കുന്നത് മൊയ്തീനാണ്. പേടിയായി അള്ളാഹ്ക്ക്. ഇതാ നിങ്ങൾ വരി നോക്ക്. എട്ടെന്നൂരേതീരും മുമ്പായി റേയോവൻ MP ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 എന്ന് പറയുന്നതിന് മുമ്പ് 7 തന്നെ പിടിച്ചു അല്ല. എന്നിട്ട് പറഞ്ഞു 7 തരട്ടോ മൊയ്തീൻ ശൈഖേ, 7 തരാം, നിങ്ങൾ സമാധാനാകും. നിങ്ങൾ നോക്ക്, ഈ ബൈത്ത് ചൊല്ലുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിലെ വിശ്വാസം എന്താ? ഇത് ഏതെങ്കിലും ഒരു സംഘടനയെ വിമർശിക്കാനില്ലട്ടോ, ഒരു സമൂഹത്തിന്റെ വിശ്വാസ രംഗത്തുള്ള പാളിച്ചകൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ, ഇനി സംസാരം ഫുള്ള് നമ്മൾ ഉസ്താദിനെ ചീത്ത അറിയാൻ തന്നെയായിരിക്കും. ഇല്ലട്ടോ, ഒരു പണ്ഡിതന്റെ പേരെടുത്തിട്ട് നമ്മൾ ചീത്ത അറിയില്ല. പാരമ്പര്യമല്ല, അത് നമ്മുടെ സംസ്കാരമല്ല, അത് ആർക്കും യോജിച്ചല്ല. ഞാൻ പറഞ്ഞത് ചില വസ്തുതകൾ പറയും, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ അപജയമാണ്. ഇത് ചൊല്ലുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിന്റെ വിശ്വാസം എന്താ? ഇപ്പൊ നമ്മളെ മൊയ്തീൻ ശൈഖ് എന്നൊക്കെ പറഞ്ഞ അത് അള്ള തരൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ വാങ്ങിത്തരാൻ പറ്റിയ ആളാ. അതുകൊണ്ടേ മോനെ, ഇപ്പൊ ഗൾഫിക്ക് പോവല്ലേ, മോനെ മൊയ്തീൻ ശൈഖിന്റെ പേരിലൊരു റാത്തീബ് നടത്തിക്കോ. ഇതാ മനുഷ്യന്റെ വിശ്വാസത പോകുന്നു. ഇനി തീർന്നിട്ടില്ല, ഒരൊറ്റ സംഭവം കൂടെ ഞാൻ പറയാം. മുഹ്യിദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് ഒരാള് വരിക. ഒരാള് വന്നിട്ട് പറയാണ്, ഒരു പെണ്ണ് വന്നിട്ട് പറയാ, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരണോ. അങ്ങനെ ഉടനെ തന്നെ മൊയ്തീൻ ശൈഖ് എന്താ ചെയ്തെന്നറിയോ? മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഹാദിമിന്റെ റൂഹ് തിരിച്ചു കൊടുക്കണം, എന്റെ ഹാദിമിന്റെ റൂഹ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മലക്കുൽ മൗത്ത് പറഞ്ഞു, തനിയൊണ്ടാരുളൽ പൂടിത്തേതയെങ്ങിനെ താരും ഞാനെന്ന് മാനക്ക് നാവിണ്ടോവർ. മലക്ക് പറഞ്ഞു, അള്ള പറഞ്ഞിട്ടാ ഞാനിത് പിടിച്ചത്, അപ്പൊ അള്ളഹാനോട് ചോദിക്കാതെ തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ മൊയ്തീൻ ശൈഖ് എന്താ ചെയ്ത്? അതാണ് അടുത്തത്. നവിൽ കേട്ട് കയ്യില മേരേർ പീഡിത്തുള്ളൈ സമ്പിലൈ വേഗം പൂടിത്ത് പറന്നോവർ. അന്നാളിൽ വാങ്ങിയേ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയിർകളെ
തുള്ളിപ്പാറപ്പിച്ച് പാറ്റി വീടുത്തോവർ. അങ്ങനെ മലക്കിനോട് ചോദിച്ചു റൂഹ്, മലക്കെങ്ങനെയാ പോകുന്നറിയോ? അന്ന് പിടിച്ച റൂഹൊക്കെ നമ്മളെ മേമാക്ക പിന്നെ മത്തി ഉണ്ടെന്നോ കൊട്ടയിൽ, ആ കൊട്ടയിൽ ഇങ്ങനെ കൊണ്ടുപോവാണ് റൂഹ്. ഇതൊക്കെ ആരാ പറഞ്ഞത്? നിങ്ങൾ നോക്ക്, ഇസ്ലാമിന്റെ ഒരു വിശ്വാസത്തെയല്ലേ പരിഹസിക്കുന്നത്? എന്നിട്ട് ആ കൊട്ടയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ചോദിച്ചത് കൊടുത്തില്ല. അപ്പൊ എന്താ ചെയ്തെന്നറിയോ? ചോദിച്ചിട്ട് കൊടുക്കാതായപ്പോ ആ കൊട്ടക്കൊരൊറ്റ തട്ട. അന്ന് പിടിച്ച റൂഹൊക്കെ സ്വതന്ത്രമായി. ചില ആൾക്കാരെ കുളിപ്പിക്കാൻ കിടത്തിയിട്ടുണ്ട്, ചില ആൾക്കാരെ കബർക്ക് ഇറക്കിയൊക്കെ. ഈ സമയത്ത് എണീറ്റിങ്ങോട്ട് വരികയല്ലേ, മലക്കുകളും മനുഷ്യന്മാരൊക്കെ ആകെ ബേജാറായി നിൽക്കാണ്. ആ സമയത്ത് മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നേരെ ചെല്ലുക. എന്നിട്ട് പറയാ, വിട്ടേതൈ കണ്ട് അള്ളാന്റെ ബലിമഹവറത്തിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മാലക്കോടി അരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ച് തീയന്റെ ഹൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുപ്പാവാനെന്നോവർ. മലക്കുകൾ ചെന്നിട്ട് പറഞ്ഞു, പഠിച്ചോനെ ഇങ്ങനെ ഒരു മൊയ്തി വന്ന് ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല. മൂപ്പര് ഇന്ന് പിടിച്ച റൂഹൊക്കെ അങ്ങോട്ട് തട്ടിപ്പറപ്പിച്ചു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പള്ള തിരിച്ചു വയ്ക്ക. ആരാ ചോദിച്ചെന്നറിയോ? നമ്മളെ മൊയ്തീനല്ലേ. ഒന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ആ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളൊക്കെ നഷ്ടപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അധീനത്തിലൊന്നല്ല ആര് വൈദ്യ ചെയ്യും, അതിന്റെ ഒക്കെ അപ്പുറത്താണ്. ഇത് മനസ്സിലാക്കിയ ഒരു സാധാരണക്കാരൻ എന്താ ചെയ്യാ? അള്ളാനെ വിളിക്കോ? ഇല്ല. ആരെ വിളിക്കുക? അള്ളാന്റെ ഔലിയാക്കന്മാരെ. അതുകൊണ്ടാണ് ജനങ്ങളെ അള്ളാനെ നമ്മൾ പഠിക്കണം. എത്രത്തോളം അറിയോ? ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ബൈത്താണ് കുത്തുബിയത്ത് ബൈത്ത്. ഈ കുത്തുബിയത്ത് ബൈത്തിലുള്ള ഒരു വരി പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഇതൊക്കെ ഒരു ബൈത്തിൽ ഇങ്ങനൊക്കെ ഉണ്ടാവോ? പലപ്പോഴും പലരും പറയുന്നത് കേട്ടപ്പോ നമുക്കൊരു സംശയം, ഇങ്ങനൊക്കെ ഉണ്ടാവോ ബൈത്തില്? അതൊക്കെ വെറുതെ പറയായിരിക്കും എന്ന് പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ എന്തെന്നറിയോ? ആ കിതാബ് എന്നെ പോയിട്ട് വാങ്ങി, കിതാബ് പോയിട്ട് വാങ്ങിയിട്ടൊന്ന് വായിച്ചു നോക്ക്, സംഭവങ്ങൾ നോക്ക്. ശരിക്കും കുത്തുബിയത്ത് ബൈത്തിലുള്ള ഒരു വരി എന്തറിയോ? യാ കുതുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദിഹിം വഗൈസഹുമാ യാ കുതുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദിഹിം വഗൈസഹുമാ യാ കുതുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ. ആകാശഭൂമികളിൽ അധിവസിക്കുന്നവരുടെ കുത്തുബും ഗൗസുമായവരെ, യാ ഫൈള ഐനൈ വുജൂദിഹിം, ആകാശലോകത്തും ഭൂമി ലോകത്തും വസിക്കുന്നവർക്ക് ഉപകരിക്കുന്ന നദിയൊഴുക്കുന്നവരെ, ഉപകരിക്കുന്ന മഴ ഒഴുക്കുന്നവരെ, ആകാശത്തുനിന്ന് മഴ ഒഴുക്കുന്നവരെ എന്നാരെയാ വിളിക്കുന്നതെന്നറിയോ? മുഹിയുദ്ദീൻ ശൈഖിനെ. അതേപോലെ തന്നെ ഭൂമിയിൽ വസിക്കുന്നവർക്ക് പുഴ ഒഴുക്കുന്നതാരാ? മുഹിയുദ്ദീൻ ശൈഖേ എന്നല്ലേ വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് മഴയിറക്കുന്നതാരാ? ഇവിടുത്തെ കുമാരേട്ടനെ വിളിച്ചിട്ട് ചോദിക്കു, കുമാരേട്ട ആരാ ആകാശത്തുനിന്ന് മഴ പെയ്ക്കുന്ന കുമാരേട്ട? അതോ നിങ്ങളൊക്കെ അല്ലാന്ന് അറിയൂലേ, ഞാള് ഈശ്വരൻ എന്നറിയില്ലേ, അവരെന്നെ. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഒരു മുസ്ലിമിന്റെ വിശ്വാസമായിരുന്നു. എന്നിട്ടോ ഈ പറഞ്ഞെന്താ? ആകാശത്തുനിന്ന് മഴയിറക്കുന്നതാരാ? അത് മുഹിയുദ്ദീൻ ശൈഖാണെന്നല്ലേ. അതേപോലെ തന്നെ ഭൂമിയിൽ നദിയൊഴുക്കുന്നതാരാ? അതും മുഹിയുദ്ദീൻ ശൈഖെന്നല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വികലമായ വിശ്വാസമല്ലേ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം?